ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. കഴിഞ്ഞ NSS വേദിയിലുണ്ടായിരുന്ന പരാമർശം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. എന്തിനാണ് പറയാനുള്ളതൊക്കെ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു മണിക്കൂർ ദീർഘമായി പ്രസംഗിച്ചു ഞാൻ പോരെ. ഇനി അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കണം. സ്വാഭാവികമായിട്ടും ഈ അടുത്ത് ഉയർന്നു വരുന്ന AK ആന്റണി ഉൾപ്പെടെ പറഞ്ഞൊരു പരാമർശം വലിയ വിവാദമായിരുന്നു. ചന്ദനക്കുറി തൊടുന്നതും അതിന്റെ ഹിന്ദു അതിന്റെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? എന്റെ തലയിൽ ചന്ദനക്കുറി കണ്ടില്ലേ ഇന്നലെ? പിന്നെന്താണ് പ്രശ്നം? അത് വലിയ വിവാദമായിരുന്നു. എനിക്കിതൊന്നും വലിയൊരു ഒരു വിവാദമായി കാണുന്നില്ല. നമ്മളെല്ലാവർക്കും നമ്മുടെ സ്വന്തം മതവും സ്വന്തം ധർമ്മവും നമ്മുടെ സ്വന്തം രീതിയിൽ നമ്മൾ അംഗീകരിക്കാം. ക്ഷേത്രത്തിൽ പോകാൻ സമയം കിട്ടിയാൽ ചന്ദനക്കുറി ഒരു പക്ഷെ കാണും. സമയം കിട്ടാത്ത രാവിലെയിൽ അത് കാണില്ല. അതിനൊരു രാഷ്ട്രീയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാവരെയും ഒന്നായി കാണുന്നുണ്ടോ, എല്ലാവർക്കും വേണ്ടി എല്ലാ സമുദായത്തിനും ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടോ, അതാണ് അറിയേണ്ടത്. ഞാൻ ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ശ്രീ കെ കരുണാകരൻ എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം വർഗീയത കാണിച്ചു എന്ന് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ? അങ്ങനെയാണ് വേണ്ടതല്ലേ? പക്ഷേ അത് ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ ഒരു അടയാളം അല്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ AK ആന്റണിയെ വിമർശിച്ചിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ വിഷയമല്ല, അതൊരു രാഷ്ട്രീയ ഐഡിയോളജിയാണ്. അത് മറക്കരുത്. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വർഗീയതയുടെ ഒരു ഐഡിയോളജിയാണ്. ഞങ്ങൾ അതല്ല പറയണം. ഞങ്ങൾ പറയും ഞങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വാസികളാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന്മാരാണ്. പക്ഷെ അതിന്റെ അർത്ഥമല്ല അത് നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. നമ്മളുടെ രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ആവശ്യമില്ല മതം. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതാണ് എന്റെയും സ്റ്റാൻഡ്, അതാണ് പലവരുടെയും. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ ക്ഷേത്രത്തിലും പള്ളിയിലും മസ്ജിദിലും ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ എന്റെ വോട്ടർമാർക്കും ഈ മതത്തിനൊക്കെ ബഹുമാനിക്കുന്നു എന്ന് കാണിക്കാനാണ്. പക്ഷെ എന്റെ സ്വന്തം വിശ്വാസം വേറെയാണ്. അത് ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പഠിച്ച ഹിന്ദുവിസം, ഞാൻ വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഹിന്ദുവിസമിൽ ഒരു മനുഷ്യനും വേറെ ഒരു മതത്തിലെ ആളെ നമ്മൾ ആക്ഷേപിക്കില്ല. അവർക്ക് അവകാശമുണ്ട്, അവരുടെ രീതിയിൽ അവർ പ്രാർത്ഥിക്കാനും എനിക്ക് അവകാശമുണ്ട് എന്റെ രീതിയിൽ. CPM കാർക്ക് എന്താ വായിച്ചു പിടിക്കട്ടെ.